തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് യാഷും മലയാളി സംവിധായിക ഗീതു മോഹൻദാസും ഒന്നിക്കുന്ന ടോക്സിക്. എന്നാൽ യാഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ പുതിയ ക്യാരക്ടർ ടീസർ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും സോഷ്യൽ മീഡിയ യുദ്ധങ്ങൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ്. KGF എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം യാഷ് അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ ടോക്സിക്കിന് വലിയ ഹൈപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഗീതു മോഹൻദാസിന്റെ ക്രാഫ്റ്റും യാഷിന്റെ മാസ് ഇമേജും ചേരുമ്പോൾ ഒരു ക്ലാസിക് ആക്ഷൻ ചിത്രം പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. അടുത്തിടെയായി സിനിമയിലെ ഓരോ അപ്ഡേറ്റുകളും വലിയ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ റായ എന്ന യാഷിന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയ പുതിയ ടീസർ എത്തിയതോടെ കഥയാകെ മാറി. ടീസറിലെ ഉള്ളടക്കമാണ് വിമർശനത്തിന് കാരണമായത്. ആക്ഷനും മാസിനുമൊപ്പം അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങളും രംഗങ്ങളും ടീസറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പ്രേക്ഷകരെ ചൊടിപ്പിച്ചത്. പ്രത്യേകിച്ചും വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അംഗമായ ഗീതു മോഹൻദാസിന്റെ നിലപാടുകളെ മുൻനിർത്തിയാണ് വിമർശനം. വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ചിത്രം കസബയ്ക്കെതിരെ സ്ത്രീ വിരുദ്ധതയുടെ പേരിൽ ഗീതു മോഹൻദാസ് അടക്കമുള്ളവർ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഗീതുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കസബയെ വിമർശിച്ചവർക്ക് ടോക്സിക്കിലെ അശ്ലീലതയിൽ കുഴപ്പമില്ലേ എന്നാണ് ചോദ്യം. അന്ന് കസബയ്ക്കെതിരെ സംസാരിച്ചവർ ഇപ്പോൾ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു. ബോർഡർ കഴിഞ്ഞാൽ സിനിമയ്ക്ക് ആ നിലപാടുകൾ ബാധകമല്ലേ എന്ന് ഒരു ഉപയോക്താവ് കുറിച്ചു. ഗീതുവിന്റെ മുൻകാല നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് ഇവിടെ ചർച്ചയാകുന്നത്. യാഷിന്റെ ജന്മദിനത്തിൽ ഇത്തരമൊരു പണി കൊടുക്കണമായിരുന്നോ എന്നാണ് ആരാധകരുടെ ചോദ്യം. മുടി നീട്ടി വളർത്തിയ യാഷിന്റെ ലുക്ക് അത്ര പോരെന്നും BGM മാത്രമാണ് ടീസറിൽ ആശ്വാസമെന്നും ചിലർ വിമർശിക്കുന്നുണ്ട്. പണ്ട് മമ്മൂക്ക എന്തോ ചെയ്തു എന്ന് പറഞ്ഞ ഇവരൊക്കെ വലിയ ബഹളമുണ്ടാക്കി. എന്നിട്ടാണ് ഇപ്പോൾ ഇമാതിരി ഒരു ഐറ്റം എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് മറ്റൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പരിഹസിക്കുന്നു. സംവിധായകയുടെ ഇരട്ടത്താപ്പാട് ഭൂരിഭാഗം പേരും ചൂണ്ടിക്കാണിക്കുന്നത്. ടോക്സിക് എന്ന പേരിന് അനർത്ഥമായ രീതിയിൽ അമിതമായ വയലൻസും അശ്ലീലതയും സിനിമയിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ഗീതു മോഹൻദാസിന്റെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നാണ് ഉയരുന്ന പ്രധാന പരാതി. ടോക്സിക് എന്ന് പേരിട്ടിട്ട് ഒരു നന്മ പടം എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ ഗീതു മോഹൻദാസ് എന്നാണ് സിനിമാ ഗ്രൂപ്പുകളിൽ ഉയരുന്ന ചോദ്യം. ഗീതുവിന്റെ മേക്കിംഗ് രീതിയെക്കുറിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നു. എന്നാൽ ടീസറിനെ അനുകൂലിക്കുന്നവരും കുറവല്ല. സിനിമയെ കാണുന്നതിന് മുൻപ് ടീസർ മാത്രം വെച്ച് വിധി പറയുന്നത് ശരിയല്ലെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. KGF പോലെ മറ്റൊരു തരംഗമാകാൻ ടോക്സിക്കിന് കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജഡ്ജ് ചെയ്യാൻ പോയാൽ പണി കിട്ടും. ഒരുപക്ഷെ സിനിമ ഇതൊന്നും ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. സിനിമയുടെ സന്ദർഭത്തിന് അനുസരിച്ചായിരിക്കാം ഇത്തരം രംഗങ്ങൾ ടീസറിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ഇവരുടെ പക്ഷം. ആണുങ്ങളുടെ ടോക്സിസിറ്റിയെ കുറിച്ചാണല്ലോ പടം പറയുന്നത്. അപ്പോൾ പിന്നെ അതല്ലേ കാണിക്കേണ്ടത് എന്നൊരു ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. വിഷയത്തോട് സത്യസന്ധത പുലർത്തുകയാണ് ഗീതു ചെയ്തതെന്നും ചിലർ കരുതുന്നു. സിനിമ പുറത്തിറങ്ങട്ടെ എന്ന് പറയുന്നവരും കുറവല്ല. അതിലെ നിലപാടുകൾ മുൻപ് പറഞ്ഞതിന് വിരുദ്ധമാണെങ്കിൽ അപ്പോൾ ട്രോളാം. ഇതിപ്പോൾ വെറും ഒരു ടീസർ അല്ലേ, കഥ ആർക്കറിയാമെന്നാണ് ഇവർ ചോദിക്കുന്നത്. നേരത്തെ സിനിമയുടെ പ്രൊമോ വീഡിയോ വന്നപ്പോഴും സമാനമായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നു എന്നതായിരുന്നു അന്നത്തെ പ്രധാന പരാതി. യാഷിനെ പോലൊരു വലിയ താരത്തിന്റെ സിനിമയാകുമ്പോൾ ആരാധകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സംവിധായികയുടെ വ്യക്തിപരമായ നിലപാടുകൾ സിനിമയുമായി കൂട്ടിക്കൊടിക്കുന്നത് ശരിയാണോ എന്ന തർക്കവും നിലനിൽക്കുന്നു. തെന്നിന്ത്യൻ സിനിമാ വിപണിയിൽ വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്ന ചിത്രമാണ് ടോക്സിക്. കേരളത്തിലും കർണാടകത്തിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ മലയാളി സംവിധായക നേരിടുന്ന വിമർശനം വാർത്താ പ്രാധാന്യം നേടുന്നു. KGFന് ശേഷം യാഷ് ചെയ്യുന്ന ഓരോ നീക്കവും ശ്രദ്ധാപൂർവമാണ് ആരാധകർ വീക്ഷിക്കുന്നത്. തന്റെ താരമൂല്യത്തിന് ഇടിവ് തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ട് യാഷ് തിരഞ്ഞെടുക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് പറയുന്നത്. കസബ വിവാദത്തിന് ശേഷം മമ്മൂട്ടി ആരാധകർ ഗീതുവിനോടും WCC അംഗങ്ങളോടും പുലർത്തുന്ന വിരോധം ഈ ടീസർ ഇറങ്ങിയതോടെ വീണ്ടും കത്തിക്കയറിയിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള പ്രതികാരമായാണ് പല പോസ്റ്റുകളും വരുന്നത്. എന്തായാലും ടോക്സിക് ടീസറിനെ ചൊല്ലിയുള്ള തർക്കം സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ്. സിനിമയുടെ വരാനിരിക്കുന്ന ട്രെയിലറിലൂടെ മാത്രമേ ഈ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുകയുള്ളൂ.